ജയലളിതയുടെ മരണത്തെ തുടർന്ന് ആർ.കെ. നഗറിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുണ്ടായ അണ്ണാ-ഡി.എം.കെ ചിഹ്നത്തർക്കത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക തീരുമാനം. തിരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗവും മറ്റ് ചിഹ്നങ്ങളും പേരും ഉപയോഗിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ശശികല പക്ഷവും ഒ. പനീർശെൽവവും തമ്മിലുള്ള തർക്കത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനു മുൻപാകെ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. യഥാർത്ഥ പാർട്ടി തങ്ങളുടേതാണെന്ന അവകാശവാദം ശശികല പക്ഷവും പനീർശെൽവ വിഭാഗവും തിരഞ്ഞെടുപ്പ് കമ്മീഷനു മുൻപാകെ ഉന്നയിച്ചു. ശശികല പക്ഷം പാർട്ടി ഭരണഘടന ലംഘിച്ചെന്നാണ് പനീർശെൽവം വാദിച്ചത്. താൽക്കാലിക പദവിയിലെത്തിയ ശശികല പിന്നീട് സ്ഥിരം ജനറൽ സെക്രട്ടറിയായി സ്വയം അവരോധിച്ചു. പ്രാഥമിക അംഗത്വം ഉള്ളവരാണ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടതെന്നും എന്നാൽ ശശികലയുടെ കാര്യത്തിൽ ഇതുണ്ടായില്ലെന്നും പനീർശെൽവം പറഞ്ഞു. ആർ.കെ. നഗർ ഉപതെരഞ്ഞെടുപ്പിന് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകമാണ്. അവകാശവാദങ്ങൾ സാധൂകരിക്കാൻ ഏപ്രിൽ 17-ന് കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ ഇരുവിഭാഗത്തിനും അവസരമുണ്ട്. 1989-ൽ എം.ജി.ആറിന്റെ മരണത്തിനുശേഷം ജാനകി, ജയലളിത പക്ഷങ്ങൾ തമ്മിൽ തർക്കമുണ്ടായപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം മരവിപ്പിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.